നമ്മുടെ നാട്ടിലെ വലിയ പപ്പാഞ്ഞിയൊക്കെ കത്തിക്കുന്നത് പോലെ ഇവിടെ ഈ ഓല കൊണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അത് കത്തിക്കും. പെരുന്നാളായി എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണ് കേട്ടോ ഇത്. മാൽദീവ്സിലെ ഓരോ ഐലൻഡുകളിലും ടൂറിസം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മോഡേൺ ലൈഫ് ആളുകളിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പഴയ ട്രഡീഷണൽ ആചാരങ്ങൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലെന്തു പോലുള്ള ഐലൻഡുകളിൽ ഇത്തരം ആചാരങ്ങളെ അവർ ഉയർത്തിപ്പിടിക്കാറുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തെങ്ങോലകൾ കൊണ്ട് നിർമ്മിച്ച വലിയൊരു ടവർ. നമ്മുടെ നാട്ടിലെ പപ്പാഞ്ഞിയൊക്കെ കത്തിക്കുന്നത് പോലെ ഇതും ഇവരുടെ ഒരു ഭാഗമാണ്. വലിയ തീ ഉയരുമ്പോൾ നെഗറ്റീവ് എനർജി അകലപ്പെടുമെന്നും പുതിയ സന്തോഷം അവരിലേക്ക് വരവേൽക്കുമെന്നും പിന്നെ ഇവർക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചകമായിട്ടാണ് ഇവരിത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും പതിവ് പോലെ ഇത് അരങ്ങേറാറുണ്ട് കേട്ടോ. ഞാൻ ഇന്നാണ് ഇത് വീഡിയോയിൽ പകർത്തുന്നത്. മാലദ്വീപിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോക്കനട്ട് ട്രീ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ വീടുകൾ, വേലികൾ, ബോട്ട്, ഫെസ്റ്റിവൽ ഡെക്കറേഷനുകളെല്ലാം ഇവർ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ കോടി കെന്തും എന്നാണ് ഇവർ വിളിക്കാറുള്ളത്. കോടി എന്നാൽ ഉയരമുള്ള ട്രഡീഷണൽ സ്ട്രക്ചറിനെയാണ്, കെന്തുൻ എന്ന് കഴിഞ്ഞാൽ കത്തിക്കൽ. കടലിലൂടെ പോകുന്നവർക്ക് പോലും ഈ തീ കാണാമായിരുന്നു. ചില പഴയ ആളുകൾ പറയുന്നത് പോലെ ആകാശത്തേക്കുള്ള തീയുടെ പ്രകാശം ഐലൻഡ് സന്തോഷത്തിലാണെന്ന് അറിയിക്കുന്നതിനുള്ള ഒരു സൂചകം കൂടിയാണ്. അതുകൂടാതെ ഈദ് മൂൺ കണ്ട വിവരം എല്ലാവരെയും അറിയിക്കാനും ഈദ് സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കിടാനും രാത്രി ഐലൻഡ് മുഴുവൻ സന്തോഷമാണെന്നും അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാറ്. പല പല ദ്വീപുകളിലും വ്യത്യസ്തമായ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈദ് ബോൺഫയർ, ഈദ് മൽഹി, കോടി പോലുള്ള പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അധികം ഒന്നും ഞാനിനി വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളിനി കോക്കനട്ട് ലീഫ് ടവർ കത്തിക്കുന്നത് കണ്ടു നോക്കൂ. ഇത് കത്തിക്കുന്നതിന് മുമ്പ് ബൊഡു ബെറു മ്യൂസിക് ഉണ്ടാകും. പിന്നെ ട്രഡീഷണൽ ഡാൻസും ഉണ്ടാകും. ഐലൻഡിൽ വിവിധ തരത്തിലുള്ള ഗെയിമുകളും ഉണ്ടാകും. രാത്രി മുഴുവൻ ആഘോഷങ്ങളാണ്. ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഈ ഐലൻഡിൽ നടക്കുന്ന ഇവരുടെ കുറച്ച് കളികൾ കൂടിയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.